ഞങ്ങൾ മലേഷ്യയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ മലേഷ്യയിലെ കോലാലംപൂരിനടുത്തുള്ള ഒരു പള്ളിയാണ് നാഷണൽ മോസ്ക് ഓഫ് മലേഷ്യ. അപ്പോൾ ആ മലേഷ്യയിലിപ്പം 13 ഏക്കർ തോട്ടങ്ങൾക്കിടയിലാണ് ഈ മലേഷ്യയിലെ ഈ മോസ്ക് ഓഫ് മലേഷ്യ സ്ഥിതി ചെയ്യുന്നത്. ഇത് 73 മീറ്റർ ഉയരമുള്ള മിനാരവും 16 പോയിന്റിലുള്ള നക്ഷത്ര കോൺക്രീറ്റ് പ്രധാന മേൽക്കൂരയുമാണ് ഇതിൻ്റെ സവിശേഷതകൾ. അപ്പോൾ അത് കാണുമ്പോഴേക്കും നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. റോഡ് സൈഡിലാണ് നമ്മുടെ ടൂറിസ്റ്റ് ബസ് നിർത്തിയിരിക്കുന്നത്. അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങിയപ്പോൾ അവിടെ ഒരു മിനാരമൊക്കെ ഉണ്ടായിരുന്നു. അതിലെത്തി എല്ലാവരും ഫോട്ടോ എടുത്തു. അപ്പോൾ അത് നമ്മളുടെ KL-421 ടവർ ഞാൻ മുമ്പേ മലേഷ്യയിലെ ഇവിടെ വീഡിയോ ഇട്ടിരുന്നു. അതിന് ടവർ അവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ടവർ ഇനി ഞങ്ങൾ പോയിട്ടില്ല, അത് നാളെ പോകും അത്രേ. അപ്പോൾ അതിന് മുമ്പാണ് പിന്നെ ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ അത് ദൂരെ നിന്ന് കണ്ടപ്പോൾ അതിൻ്റെ പശ്ചാത്തലമാക്കിയിട്ട് കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പം നമ്മൾ സർവീസ് റോഡ് എന്ന് പറയുമായിരിക്കും അല്ലേ. അതിൻ്റെ മുകളിലൂടെയും ബസ് പോകുന്നത് സർവീസ് റോഡാണ്. ആകാശ ദൃശ്യങ്ങൾ വളരെ മനോഹരമായിട്ട് നട്ടുച്ചക്കാണ് പോയത്. ഭയങ്കര ചൂടാണ്. സൺഗ്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ കുടയും ചൂടിയിട്ടുണ്ട്. എന്നിട്ടും പിന്നെ വെയിലുണ്ടായിരുന്നു. സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളവും കുടിച്ചു. ഇത് കണ്ടു, ഒരു ടവറാണ്. അപ്പോൾ അതിൻ്റെ ആകാശമാണ് ശരിക്കും എടുത്തത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ വേറൊരു കോമ്പൗണ്ടിലേക്ക് നേരത്തെ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരു പിന്നെ നമ്മൾ മസ്ജിദ്, അതായത് നാഷണൽ മോസ്ക് മലേഷ്യയിൽ. അപ്പോൾ അവിടെയുള്ള ഏക്കർ കണക്കിനുള്ളൊരു ഭൂമിയാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ അവിടത്തേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ അതിൻ്റെ കോമ്പൗണ്ടിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ സമീപത്തോട് കൂടിയിട്ട് നമ്മളിങ്ങനെ നടന്ന് അവിടത്തേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. 1957 ഓഗസ്റ്റ് 31 മലയ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. അപ്പോൾ സാമ്പത്തികം, സാമൂഹികം, വാസ്തുവിദ്യ എന്നീ മേഖലകളിലെ പ്രധാന വികസന പരിപാടികൾ പുതിയ സർക്കാരിനനുസൃതമായി സജീവമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുത്തൻ പുരോഗമന സംസ്കാരവും നേടിയ ജനാധിപത്യവും ചിത്രീകരിക്കുന്ന പരിപാടികളുമെല്ലാം നടപ്പിലാക്കുന്നു. ആ സമയത്ത് 1957 തന്നെ ജൂലൈ 30 ഫെഡറൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ യോഗത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ഒരു ദേശീയ പള്ളി നിർമ്മിക്കാനുള്ള ആശയം ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ 1958 മാർച്ച് 5 മലയ ഫെഡറേഷനിലെ 11 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ മറ്റൊരു യോഗത്തിൽ രാജ്യത്തെ നയിക്കുന്നതിൽ പ്രധാനമന്ത്രി തുക്കും അബ്ദുൾ റഹ്മാൻ്റെ പ്രയത്നത്തെ മാനിച്ച് മസ്ജിദിനെ തുക്കുൽ അബ്ദുൾ റഹ്മാൻ പുത്ര അൽ ഹജ്ജ് എന്ന് പേരിടാൻ നിർദ്ദേശം നൽകുകയാണ് ചെയ്തിരുന്നത്. നിർദ്ദേശം നൽകി സ്വാതന്ത്ര്യം നേടുന്നതിന്. എന്നിരുന്നാലും തുക്കു ഈ ബഹുമതി നിരസിച്ചു. നേരെ മറിച്ച് രക്തച്ചൊരിച്ചിലില്ലാതെ രാജ്യത്തിൻ്റെ സമാധാനപരമായ സ്വാതന്ത്ര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെ മസ്ജിദ് നിഖാര എന്ന് പേരിട്ടു. അപ്പോൾ 1961 സർക്കാർ ഏറ്റെടുത്ത വെന്നിംഗ് റോഡ് ബ്രദറൻ ഗോസ്പൽ ഹാളിൻ്റെ മുൻ സ്ഥലത്താണ് പള്ളി പണിതത്. പള്ളിക്ക് പകരമായി ജലാൽ ഇബ്ബിന് സ്ഥലം വാഗ്ദാനം ചെയ്തു. ഇപ്പോൾ ജലാൽ ഇബ്ബി ചാപ്പൽ എന്നാണ് അറിയപ്പെടുന്നത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ നിന്നുള്ള 3 പേരടങ്ങുന്ന സംഘമാണ് മസ്ജിദിൻ്റെ യഥാർത്ഥ ഘടന രൂപകൽപ്പന ചെയ്തത്. 1987 മസ്ജിദ് വലിയ നവീകരണത്തിന് വിധേയമായിട്ടുണ്ട്. ഈ കാണുന്നത് എന്താണെന്നറിയാവോ? നാഷണൽ മോസ്ക് മലേഷ്യയിലെ അതിൻ്റെ മുൻവശത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്നറിയാവോ? ഇതോ ആ ബിൽഡിങ് മലേഷ്യയിലെ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽപ്പെട്ട അൽ ഹിജ്റ മീഡിയ കോർപ്പറേഷൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്നതുമായ ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള മലേഷ്യൻ ഫ്രീ ടു എയർ ഇസ്ലാമിക് ടെലിവിഷൻ ചാനലാണ്. അതിനെയാണ് TV അൽ ഹിജ്റ അതായത് എന്ന് പറയുന്നത്. TVMH എന്നും ചുരുക്കി എഴുതിയിട്ടുണ്ട് അവിടെ.
അപ്പോൾ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എന്താണ് നാഷണൽ, അവിടെ എഴുതി കണ്ടിട്ടില്ലേ, നാഷണൽ മോസ്ക് മലയ. അപ്പോൾ ഇതിൻ്റെ മുൻവശത്ത് ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങളല്ലാത്തവർക്കും നമുക്കവിടെ പള്ളിയിലേക്ക് പ്രവേശനമുണ്ട്. അന്നത്തെ പ്രത്യേകത, ഞങ്ങൾ പോകുന്നത് വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ജുമാ നിസ്കരിക്കാൻ ഉള്ള സമയമായതുകൊണ്ട് 2:30 വരെ, 3 മണിക്ക് ശേഷം മാത്രമാണ് പിന്നെ എന്താ പറയുക മുസ്ലിമുകളല്ലാത്തവർക്ക് പ്രവേശനം. അതുവരെ മുസ്ലിങ്ങൾക്കാണ് പ്രവേശനം എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 4 പേര് പിന്നെ പക്ഷേ അവിടെ പള്ളിയിലേക്ക് പ്രവേശിക്കുകയും നിസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ചയാണ്, ജുമയുണ്ട്. ജുമയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രവേശനമുള്ളൂ. എല്ലാവർക്കും പ്രവേശനമുള്ള പള്ളിയാണ്. പിന്നെ ഞങ്ങളപ്പോൾ അതിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോന് പോസ്റ്റ് ചെയ്തു. മോസ്ക് ഓഫ് ദി മലേഷ്യ അല്ലേ, നാഷണൽ മോസ്ക് മലേഷ്യ. അപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മുടെ ഗ്രൂപ്പിൽ പിണറായിയിൽ നിന്ന് വന്ന ഞങ്ങളുടെ എല്ലാ ഗ്രൂപ്പിലെ അംഗങ്ങൾ പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽപ്പെട്ടവരാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും മോസ്കിന് മുമ്പിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ശേഷം തന്നെയാണ് ഷുക്കോക്കി ഷക്കീൽത്തെയും ഒക്കെ അകത്തേക്ക് പ്രവേശിച്ചത്. കാരണം ഈ ഫോട്ടോയിൽ ഷുക്കോക്കി ഷക്കീൽത്തെയും കണ്ണൂർ ആനയിടിക്കൽ നിന്നാണ്. അവർ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉഷ്ണമേഖലാ പ്രദേശത്തിന്റെ പര്യായമായ കുട പ്രകടമായി ചിത്രീകരിക്കപ്പെടുന്നു. പ്രധാന മേൽക്കൂര തുറന്ന കുടയെ അനുസ്മരിക്കുന്നതാണ്. മിനാരത്തിന്റെ തൊപ്പി മടക്കിയതാണ്. പ്രധാന ഒത്തുചേരുകൾ ഹാളിൽ ആവശ്യമായ വലിയ സ്പാനുകൾ നേടുന്നതിനുള്ള ക്രിയാത്മകമായ പരിഹാരമാണ് കോൺക്രീറ്റ് പ്രധാന മേൽക്കൂരയുടെ മടക്കിയ പ്ലേറ്റുകൾ. പ്രതിഫലിക്കുന്ന കുടകളും ജലധാരകളും കോമ്പൗണ്ടിൽ ഉടനീളം വ്യാപിച്ചിരിക്കുന്നു. 1965 പൂർത്തീകരിച്ച ഈ മസ്ജിദ് അക്കാലത്ത് പുതുതായി സ്വതന്ത്രമായ ഒരു രാജ്യത്തിൻ്റെ അഭിലാഷങ്ങളുടെ പ്രതീകമായ ഉറപ്പുള്ള കോൺക്രീറ്റ് ധീരവും ആധുനികവുമായ സമീപനമാണ്. എൻ്റെ ടീച്ചർ മര്യാദ കിട്ടണം. എൻ്റെ ടീച്ചർ നടക്കാനുണ്ട്. നമ്മളെൻ്റെ മുടി ശരിയാക്കണം. വീഡിയോ അല്ല, വീഡിയോ അതിൻ്റെ അപ്പുറം ഫോട്ടോ ആണ്. പക്ഷെ അവർക്ക് കൈ കൊടുക്കണം. അത് ഇവിടുത്തെ പെണ്ണുങ്ങളാണ്. ഒന്ന് ആടെ പോയിട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ അൽ ഹിജ്റയാണ്. 2009 ജൂണിലാണ് ടി വിയിൽ അൽ ഹിജ്റ സമാരംഭിക്കുന്നതിനുള്ള പദ്ധതികൾ വെളിപ്പെടുത്തിയത്. 2010 നവംബർ 1 പരീക്ഷ അടിസ്ഥാനത്തിൽ ടി വി അൽ ഹിജ്റ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇസ്ലാമിനെ അടിസ്ഥാനമാക്കി ഒരു ചാനൽ സ്ഥാപിക്കുന്നതിനും അതിൻ്റെ പരിപാടികളുടെ ഇസ്ലാമിക വീക്ഷണം നൽകുന്നതിനും സർക്കാർ സംരംഭമായിരുന്നു അത്. ഇത് പരിപാടി മാത്രം നടത്തുന്നതല്ല. ടി വി അൽ ഹിജ്റ എല്ലാ ദിവസവും 24 മണിക്കൂറും പ്രേക്ഷണം ചെയ്യുന്നുണ്ട്. കൂടാതെ മുസ്ലിം ഉള്ളടക്കം, ഏറ്റവും പുതിയ വാർത്തകൾ, രാഷ്ട്രീയ അഭിപ്രായങ്ങൾ, വിദ്യാഭ്യാസ സാമഗ്രികൾ, ഇസ്ലാമിക സംബന്ധികളായ വിനോദങ്ങൾ തുടങ്ങിയ ആഗോള തലത്തിൽ ഇത് കാണുന്നുണ്ട്.
2012 ജനുവരി 1 TV അൽ ഹിജ്റ പകൽ സമയ സംരക്ഷണം ആരംഭിക്കുകയും അതിൻ്റെ പ്രേക്ഷണ സമയം 12 മുതൽ 18 മണിക്കൂർ വരെ നീട്ടുകയും ചെയ്തതായിട്ടുണ്ട്. നേരത്തത് അപ്പോൾ ഇതിൻ്റെ നേരെ മുൻവശത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞ പത്രം ഇത് അല്ല അൽ ഹിജ്റ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ തിരിച്ചു പോവുകയാണ്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന അവർ അവിടെ നിസ്കരിക്കാൻ കയറിയിട്ടുണ്ട്. ഇന്ന് ഞാൻ പറഞ്ഞ വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് നമുക്ക് അതിൽ പ്രവേശനം ഉണ്ടായിരുന്നില്ല. പള്ളിയുടെ ചുറ്റുപാടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.